പ്രൈസ് ലോർഡ്. മരിയ മീഡിയേഷൻ ടീമിൻ്റെ വചനവീതിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23, 24, 25 തിരുവചനങ്ങൾ. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു, അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ അരികിൽ എത്തുന്ന ഏറ്റവും അധികം പ്രാർത്ഥനാ സഹായ വിഷയങ്ങൾ എന്ന് പറയുന്നത് വലിയ കടബാധ്യതയിൽ കഴിയുന്ന മക്കൾ, മാരകമായ രോഗത്തിന് അടിമകളായ മക്കൾ, വരുമാനം നിലച്ചു പോയവർ, ജീവിതത്തിൽ ഒരു അടി പോലും മുമ്പോട്ട് നീങ്ങുവാനായി മാർഗമില്ലാത്തവർ, വഴിയടഞ്ഞവർ, കുടുംബ തകർച്ചയാൽ അസ്വസ്ഥപ്പെടുന്നവർ, സ്നേഹമുള്ളവർ, പല വിധത്തിലുള്ള ജീവിത ഭാരങ്ങൾ കൊണ്ട് കഷ്ടതപ്പെടുന്ന അനേകം മക്കളാണ് ഇന്ന് നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണമേ, ഈ വചനഭാഗം നമ്മളോട് പറയുന്നത് നമ്മളുടെ നെടുവീർപ്പുകളും നമ്മുടെ നിലവിളികളും കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ മക്കള് ഫറവോയുടെ അടിമത്തത്തിൽ കിടന്നുകൊണ്ട് വളരെ ദുരിതങ്ങളും കഷ്ടതകളും അപമാനങ്ങളും പീഡനങ്ങളും സഹിച്ചപ്പോൾ അവര് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവരുടെ നിലവിളി കേട്ടു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള അടിമത്തം നമ്മളെ നയിക്കുന്നു. അത് മാരക രോഗങ്ങളുടെ അടിമത്തമാകാം, വലിയ കടബാധ്യതയുടെ അടിമത്തമാകാം, കുടുംബ തകർച്ചയുടെ അടിമത്തമാകാം, ജീവിതം വഴിമുട്ടിയ അവസ്ഥയാകാം, ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കാം, മക്കളെ ഓർത്തുള്ള അമിതമായ ഭാരങ്ങളും ഉത്കണ്ഠകളുടെ അടിമത്തമാകാം, കുടുംബത്തിലെ ജീവിത പങ്കാളിയുടെ മദ്യപാനം, മക്കളുടെ ലഹരി മരുന്നുകളുടെ ഉപയോഗം മൂലമുള്ള അടിമത്തമാകാം. ഏത് മേഖലയിലായാലും സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വെച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു മരുഭൂമിയിലൂടെ ഒരു യുവതി തൻ്റെ കയ്യിലൊരു കുഞ്ഞിനെയുമായി അലഞ്ഞു തിരിയുന്നത് നാം കാണുന്നു. ആ യുവതിയുടെ പേര്, ആ സ്ത്രീയുടെ പേര് ഹാഗാർ എന്നാണ്. ആ കുഞ്ഞിൻ്റെ പേര് ഇസ്മായിൽ എന്നുമാണ്. തൻ്റെ കയ്യിലുള്ള ആകെ സമ്പാദ്യമെന്ന് പറയുന്നത് ഒരു തുകൽക്കുടത്തിലുള്ള വെള്ളവും കയ്യിൽ കുറെ അപ്പക്കഷ്ണങ്ങളുമാണ്. ഈ മരുഭൂമിയിലൂടെയുള്ള അലച്ചിലിൽ ആ കയ്യിലിരുന്ന അപ്പക്കഷ്ണങ്ങൾ തീർന്നു, തോൽക്കുടത്തിലെ വെള്ളം തീർന്നു. കുഞ്ഞ് വെള്ളത്തിനായി ദാഹത്തോടെ നിലവിളിച്ചു. തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് വെള്ളം ലഭിക്കാതെ മരിക്കുന്നത് കാണുവാനും കഴിയില്ലാതുകൊണ്ട്, സാധിക്കാത്തതുകൊണ്ട് ഒരു ചെടിയുടെ മറവിൽ ആ കുഞ്ഞിനെ കിടത്തിയിട്ട് ഒരു അമ്പെയ്ത്ത് ദൂരം അവൾ മാറി കുറ്റിച്ചെടിക്ക് പുറംതിരിഞ്ഞു ഇരുന്നു. എന്നാൽ തൻ്റെ കുഞ്ഞ് ഇസ്മായിൽ കൈകാലിട്ടടിച്ച് നിലവിളിച്ചു. സ്നേഹമുള്ളവരെ, ഇസ്മായിലിൻ്റെ നിലവിളി, ആ കുഞ്ഞിൻ്റെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. ദൈവം ഹാഗാറിൻ്റെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കാണുവാൻ ഇടയായി. ആ കിണറ്റിൽ നിന്നും വെള്ളം കോരി എടുത്ത് കുഞ്ഞിന് കൊടുത്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഹാഗാറിനെ പോലെ നിസ്സഹായമായ അവസ്ഥയിലായിരിക്കാം. നമ്മളുടെ ജീവിതം ഇപ്പോൾ ശൂന്യമായ ഒരവസ്ഥയിലായിരിക്കാം. കയ്യിലെ സമ്പാദ്യം മുഴുവനും തീർന്നു പോയിരിക്കാം. ആരോഗ്യം ക്ഷയിച്ചിരിക്കാം. ഒറ്റവരും ഉടയവരും നമ്മളെ ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കാം. ജീവിതത്തിലെ നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുന്ന നമ്മുടെ ഈ ദീനരോധനം, നമ്മുടെ നിസ്സഹായ അവസ്ഥ ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. ഇസ്മായിലിന്റെ നിലവിളി കേട്ട ദൈവം നമ്മുടെ നിലവിളി കേൾക്കും. നമ്മുടെ കണ്ണുനീര് അവിടെ നിന്ന് കാണും.
അവിടുന്ന് നമുക്കായി ഒരു കിണർ കാട്ടിത്തരും. ഹാഗാറിന് ഒരു കിണർ കാട്ടിക്കൊടുത്ത ദൈവം നമുക്കും ഒരു കിണർ കാട്ടിത്തരും. നമുക്കും ഒരു ഉറവ അവിടുന്ന് തുറക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, പ്രതികൂലമായ സാഹചര്യത്തിൽ ദൈവം നമുക്കായി ഒരു ഉറവ തുറക്കും. കാരണം നമ്മുടെ ദൈവം നിലവിളി കേൾക്കുന്നവനായ ദൈവമാണ്. ആ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ തകർച്ചകളെയും നമ്മുടെ രോഗങ്ങളെയും നമ്മുടെ വേദനകളെയും കടബാധ്യതകളെയും നമ്മളെ ഭാരപ്പെടുത്തുന്ന എല്ലാ നൊമ്പരങ്ങളെയും എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ തിരുസന്നിധിയിൽ നമുക്ക് നിലവിളിയോടെ പ്രാർത്ഥിക്കാം. നിലവിളി കേൾക്കുന്നവനായ ദൈവം നമ്മുടെ നിലവിളി കേൾക്കും. ഹാഗാറിന്റെ കണ്ണ് തുറന്നവനായ ദൈവം നമുക്കും ഒരു ഉറവയെ കാട്ടിത്തരും. നമ്മുടെയും കണ്ണുകൾ അവൻ തുറക്കും. സ്നേഹമുള്ളവരെ, ഈ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ താഴ്മയോടെ നമുക്ക് ഏൽപ്പിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം അവിടുന്ന് 6-ാം തിരുവചനത്തോട് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന്. അതെ, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കാം. പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. അവിടുന്ന് നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഇത്തരത്തിൽ വളരെയേറെ വേദന അനുഭവിക്കുന്ന ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ശക്തമായി മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. മരിയ മീഡിയേഷൻ ടീമിനോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.